കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്റെ മകന് വേണ്ടി ആരുടെയും കൈയും കാലും പിടിക്കേണ്ട ആവശ്യമില്ല, ഇനി വരികയില്ല. ഈ പണവും എനിക്കിനി ആവശ്യമില്ല. എന്റെ ഭാര്യയുടെ വിഷമം മാറ്റാനും എന്റെ മകനെ കൂട്ടിക്കൊണ്ടുവരാനും വേണ്ടി ഞാനിതാ പോവുകയാണ്. അഭി നിൽക്ക്. അപ്പോ ഞാൻ പണം നോക്കിയാണ് ഇതൊക്കെ സംസാരിച്ചെന്നാണ് നീ വിചാരിക്കുന്നത്? അച്ഛൻ അങ്ങനെ ഒരു ചിന്തയില്ലാന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അവളുടെ കരച്ചിൽ കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് കഴിയില്ല. ഉണ്ണിയുടെ ജീവൻ ആപത്തിലാക്കി വസുവിനെ എന്നേക്കുമായി വിഷമിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ പറഞ്ഞത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പണം എടുത്തോളൂ. ഇവിടെ ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടായികയായിട്ട് ഒന്നും തന്നെയില്ല. ഏത് പ്രധാനം, ഏതാണ് ആവശ്യമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അച്ഛൻ്റെ ആവശ്യം അച്ഛൻ പറഞ്ഞു കഴിഞ്ഞു. എന്താണോ ശരി അത് ഞാനിപ്പോൾ ചെയ്യുന്നു. ഈ പണം എനിക്ക് വേണ്ട കേട്ടോ. എൻ്റെ മകനെ എങ്ങനെ രക്ഷിച്ചുകൊണ്ട് വരണമെന്ന് എനിക്കറിയാം. അച്ഛൻ്റെ വാക്ക് കേൾക്കാതെ ഞാൻ അച്ഛനെ വിഷമിപ്പിച്ചിട്ട് പോവുകയാണെങ്കിൽ ദയവ് ഇത് ക്ഷമിക്കണം. അമ്മേട്ടാ ഞാനും വരാം. വേണ്ട അഖിൽ, ഇതെന്റെ ജോലിയാണ്. ഞാൻ തന്നെ ചെയ്തോളാം. എന്ത് നല്ല ജാതകാടി നിന്റത്. ഇന്നലെ ഭാര്യയുടെ ഭർത്താവിന്റെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കി, ഇന്ന് അച്ഛന്റെ മോന്റെ ഇടയിൽ. അമ്മയും മോനും കൂടി ഈ കുടുംബത്തിന് നല്ല സമാധാനം തരുന്നുണ്ട്. ഏട്ടത്തി ഇപ്പൊ എന്ത് പറഞ്ഞിട്ടാ ഇളയം എങ്ങനെ പറയുന്നേ? നിനക്കൊന്നും അറിയില്ല അഖിൽ, നീ ഒന്നും മിണ്ടാതിരിക്കേ. നീ മിണ്ടാതിരിക്കേ. നീ എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നേ? അഖിൽ, നീ എന്തിനാ ഇപ്പൊ കാർത്തികയോട് ദേഷ്യപ്പെടുന്നേ? പിന്നെ ഞാൻ എന്താ അമ്മ ചെയ്യേണ്ടത്? ഇളയം ഏട്ടത്തോട് പറയുന്ന കാര്യം കേട്ടില്ലേ? ഇവള് കാരണമല്ലേ ഇന്നലെയും ഇന്നും ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായത്. എന്ത് പ്രശ്നം ഉണ്ടായെന്നമ്മേ? ഉണ്ണിയെ കാണാതായിരിക്കുകയാണ്. വളരെ വിഷമം പിടിച്ചൊരു അവസ്ഥ കൂടിയാണിത്. നന്നായിട്ടുണ്ടടാ. ഒരാൾക്ക് വേണ്ടി ഇത്രയും പേര് വേദനിക്കണമെന്നാണോ? ഇളയമേ ഉണ്ണിയും ഈ വീട്ടിലെ കുഞ്ഞു തന്നെയല്ലേ. നിന്റെ അനിയത്തിക്ക് വേണ്ടി നീ നന്നായി വക്കാലത്ത് പറയുന്നുണ്ട് പാവനെ. കൂടെ ഉള്ളവർക്ക് വേണ്ടി വേദനിക്കുന്നത് തെറ്റാണോ അമ്മേ? നിന്റെ കാലിന് വല്ലാത്തൊരു ഐശ്വര്യാണല്ലോ മോളെ. നീ ഏത് സമയത്താണോ ഈ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചത് അന്ന് മുതൽ ഏട്ടന്റെ കയ്യിൽ നിന്ന് വഴക്ക് കേൾക്കാത്ത ഏടത്തി, ഇതുവരെ അഭിയുടെ കയ്യിൽ നിന്ന് വഴക്ക് കേൾക്കാത്ത ഏട്ടനും ഇപ്പൊ അത് കേൾക്കാൻ തുടങ്ങി.
പോരാതെ ദേ ഈ ഭാസ്കർ മോനും ഇതുവരെ വാ തുറന്നൊരു അക്ഷരം സംസാരിക്കാറില്ല. ഇപ്പതാ പടപടാന്ന് സംസാരിക്കാനും തുടങ്ങി. പിന്നെ ദാ ഇവനാണെങ്കി വലിയ ആൾക്കാരെ പോലെ ഇപ്പൊ സംസാരം മുഴുവൻ. ഹ്, ഇതെല്ലാം നീ വന്ന് കേറിയതിന് ശേഷാണ് മോളെ. ഇളയമ ഒന്ന് വാ അടച്ചു വെച്ചാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇവിടെ. ഇവിടുത്തെ എല്ലാ പ്രശ്നത്തിനും കാരണം ഇളയമയാ. അഖിൽ, മുതിർന്നവരെ ബഹുമാനിക്കണോന്നറിയില്ലേ? ഇളയമ്മയോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാറായോ നീ? പോടാ. ഇങ്ങനെ എന്നെ കിട്ടണം. എന്റെ അടുത്ത് വായടയ്ക്കാൻ പറഞ്ഞതല്ലേ. ഞാൻ പോയേക്കാമേ. എന്ന് ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് കാരണക്കാരി വസു എടുത്തിയാണെന്ന് മാത്രം പറഞ്ഞേക്കരുത്. ഭാര്യയും ഭർത്താവിനും അച്ഛനും അമ്മയ്ക്കും അമ്മയും മക്കൾക്കും ഇടയില് പ്രശ്നം ഉണ്ടാക്കിച്ചില്ലേ? ഇനി റൂമിൽ പോയി ഫാൻ ഇട്ട് കിടന്ന് ഉറങ്ങിക്കോ. നിന്റെ മോനിങ് എത്തിക്കോളൂ. ഈ പകല് പറഞ്ഞല്ലേ ഉള്ളൂ, വീണ്ടും എന്തിനാ വസുവിനെ കുറ്റപ്പെടുത്തുന്നേ? നിന്നോട് ഇനി പ്രത്യേകിച്ച് പറയണോ ഭാസ്കർ? ഇത് നിന്റെ ഇളയമ്മയാ. ബഹുമാനത്തോടെ സംസാരിക്കണം. മൂത്ത മകനായിട്ട് എന്തെങ്കിലും പറയാൻ പറയും. എന്തെങ്കിലും പറഞ്ഞാലോ അതിന് സമ്മതിക്കത്തുമില്ല. വസു, കരയാതെ. രണ്ടുപേരും മേലനങ്ങാണ്ട് നിൽക്കാതെ വീട്ടിലുള്ളവർക്ക് ചായയോ കാപ്പിയോ എന്തെങ്കിലും ഉണ്ടാക്കി വെക്ക്. നീ വാ. ഇനിയിപ്പൊ എന്ത് ചെയ്യെടുത്തി? പ്രത്യേകിച്ച് ഇനി എന്ത് ചെയ്യാനാ? അദ്ദേഹം പറയുന്നത് കേൾക്കാതെ അഭി പോയില്ലേ? അഭിയായിട്ട് പൈസ എടുക്കാതെയല്ലേ പോയത്? എങ്ങനെയായിരിക്കും മാനേജ് ചെയ്യുക അമ്മേ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. ആവശ്യമില്ലാതെ ഇവർക്ക് വേണ്ടി അഭി വെറുതെ റിസ്ക് എടുക്കുകയാണെന്നാ എനിക്ക് തോന്നുന്നേ. പരിഭവചന്ദ്രൻ പാതിമറഞ്ഞു, പാടാൻ മറന്നു കുയിലിണകൾ, താരുകൾ. പോയിട്ടെന്തായി? ഗുണ്ടുമണിയുടെ അച്ഛൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പറഞ്ഞ കാശും കൊണ്ട് നമ്മൾ പറഞ്ഞിടത്തേക്ക് വരുമായിരിക്കും. വീടിന് ചുറ്റും പോലീസൊന്നും ഇല്ലല്ലോ അല്ലേ? ഞാൻ അവിടെ മുഴുവൻ നോക്കി, സംശയകരമായി ഒന്നുമില്ല. അപ്പൊ ആ ചെറുക്കനെ എടുത്തുകൊണ്ട് അങ്ങ് പോവാം. വാ. എടാ ഗുണ്ടുമണി, ഇനി നീ കരയേണ്ട ഒരു ആവശ്യമില്ല. പൈസയും കൊണ്ട് നിന്റെ അച്ഛൻ വരുന്നുണ്ട്. സത്യാണോ അങ്കിൾ? നമ്മളിപ്പോ നിന്റെ അച്ഛനെ കാണാനാ പോകുന്നേ. പണം കിട്ടിക്കഴിഞ്ഞാ നിന്നെ വിട്ടേക്കാം. താങ്ക് യു അങ്കിൾ. ഇവനെ ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുപോയാ ഇവൻ പോകുന്ന വഴിക്ക് ബഹളം വെക്കും. വായിൽ ടേപ്പ് ഒട്ടിച്ച് ഇവന്റെ കണ്ണ് രണ്ടും മൂടിക്കെട്ടി ഇവിടെ നിന്ന് കൊണ്ടുപോവാം. ഞാൻ ഒച്ചയൊന്നും ഉണ്ടാക്കില്ല അങ്കിൾ. ഞാൻ നിങ്ങൾ പറയുന്ന പോലെ എല്ലാം കേട്ടോളാം. നീ ബഹളമൊന്നും വയ്ക്കില്ലായിരിക്കും, പക്ഷേ ഈ കൊണ്ടുപോകുന്ന വഴിയൊന്നും നീ ഒരിക്കലും കാണാൻ പാടില്ലല്ലോ. നിങ്ങൾ പറയുന്ന പോലെ ഞാൻ കേൾക്കാം അങ്കിൾ. ഞാൻ ബഹളമൊന്നും വെക്കില്ല. ഞാനൊന്നും കാണാതെ ഇരിക്കാം. നീ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഇതാണ് ഞങ്ങളുടെ റൂള്. നിന്റെ അച്ഛന്റെ അടുത്ത് എത്തിയ ഉടനെ നിന്നെ ഞങ്ങൾ അങ്ങ് വിട്ടേക്കാം. വേണ്ട അങ്കിൾ, വേണ്ട അങ്കിൾ. നീ പേടിക്കാതിരിക്കണ മോനെ. നിങ്ങൾ പറയുന്ന പോലെ കേൾക്കാം.
ഈ പണം തികയില്ലല്ലോ. ഇനിയും വേണ്ടി വരും. ആരുടെ അടുത്ത് ചോദിക്കും? ഹായ് ഡാബി, വാട്സ്ആപ്പ്. രവി, എനിക്കൊരു ചെറിയ സഹായം വേണം. പറയടാ. അർജന്റായിട്ട് കുറച്ച് ക്യാഷ് ആവശ്യമുണ്ട്. എത്രയാ വേണ്ടേ? ഓക്കെടാ, 10 മിനിറ്റിനകത്ത് അറേഞ്ച് ചെയ്യാം. നീ വന്ന് വാങ്ങിച്ചോ. പെർഫെക്റ്റാ, താങ്ക് യു സോ മച്ച്. ഞാൻ ഇപ്പൊ തന്നെ എത്താം. ഓക്കെ. അച്ഛൻ അങ്ങനെയൊക്കെ പറയുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല ചേച്ചി. അച്ഛൻ മനസ്സറിഞ്ഞ് പറഞ്ഞതല്ല വസു, അച്ഛൻ അത് പറയിപ്പിച്ചതാ. എന്തിനാ ചേച്ചി, എന്തിനാ എന്നെ നെഗറ്റീവായിട്ട് കാണുന്നേ? അമ്മ വളരെ പോസിറ്റീവാ വസു. പതിയെ പതിയെ എല്ലാം ശരിയായിക്കോളും. പണം എടുക്കാതെ അഭിയേട്ടൻ പോയത്, പോയ കാര്യം നടന്നോന്നറിയില്ല. അത് ശരിയാ വസു, അത് തന്നെ എനിക്കും ടെൻഷനായിരിക്കുന്നേ. അഭി സ്വന്തം ആവശ്യങ്ങൾക്കായിട്ട് കാശൊന്നും മാറ്റി വെക്കാറില്ല. സമ്പാദിക്കുന്ന അത്രയും സഹോദരങ്ങൾ 3 പേരും വീട്ടിലേക്കാ കൊടുക്കുന്നത്. അപ്പൊ പിന്നെ എങ്ങനെയാ ചേച്ചി? എന്റെ ആഭരണങ്ങൾ കൊണ്ടുപോകാൻ പറഞ്ഞപ്പോ കേട്ടില്ല. എന്താ, നിന്റെ ആഭരണങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞോ? കൊടുത്തപ്പോ ഏട്ടൻ വഴക്ക് പറഞ്ഞു. ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ ഇനി കാണിക്കരുത്. ഇനിയിപ്പോ എന്താ ചെയ്യ ചേച്ചി? ഞാനൊന്ന് ഏട്ടനെ ഫോൺ ചെയ്തോട്ടെ. വേണ്ട വസു, അഭി എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിക്കോളും. എന്ത് ചെയ്യുവാണെന്നോ ഏത് അവസ്ഥയിലാണെന്നോ അറിയില്ല. പാവം, ഒരു തവണ ഒന്ന് ഫോൺ ചെയ്തോട്ടെ. നിന്റെ ഇഷ്ടം. ഹലോ. അതെ ഏട്ടാ, ക്യാഷൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റിയോ? ക്യാഷിന്റെ കാര്യം ഓർത്ത് താൻ പേടിക്കണ്ട. ആ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അതുകൊണ്ടല്ല ഏട്ടാ, എന്റെ ആഭരണങ്ങൾ ഏട്ടൻ കൊണ്ടുപോയിരുന്നെങ്കിൽ പണം കിട്ടാൻ എളുപ്പമായിരുന്നു. പ്ലീസ്, എപ്പോഴിങ്ങനെ ആഭരണങ്ങളെ പറ്റി പറയാതെ. സോറി ഏട്ടാ, നിങ്ങളെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല. എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. താൻ ധൈര്യമായിട്ടിരിക്കുക. കട്ട് ചെയ്തോ. അഭി എന്താ പറഞ്ഞ? എല്ലാം ഏട്ടൻ നോക്കിക്കോളാന്നാ പറഞ്ഞ. അഭി അങ്ങനെ തന്നെയാ. നീ ഒന്നും കൊണ്ട് ടെൻഷൻ ആവണ്ട വസു. ഹായ് രവി. ഹായ് അബി. എമൗണ്ട്? 1 മിനിറ്റ്. താങ്ക്സ് രവി. നമുക്കിടയിൽ താങ്ക്സ് എന്തിനാ അബി? ആരുടെ അടുത്ത് ചോദിക്കണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ടാ ഞാൻ നിന്നെ തന്നെ വിളിച്ചത്. അതൊന്നും ഒരു പ്രശ്നമല്ലടാ അബി. അതുപോട്ടെ, സാധാരണ പൈസ ഒന്നും ചോദിക്കാത്ത നീ പെട്ടെന്നെന്താ ഇങ്ങനെ? ആക്ച്വലി അത് എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നോട് പിന്നെ പറയാം. ഇപ്പൊ കുറച്ച് അത്യാവശ്യമുണ്ട്. 1 മാസത്തിനുള്ളിൽ ഞാൻ നിനക്ക് തിരിച്ചു തന്നേക്കാം. ഞാൻ നിന്നോട് ചോദിച്ചോ? എത്ര തവണ നീ എന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന് എന്താടാ വാല്യൂ? സന്തോഷമായിട്ട് പോയിട്ടോ. താങ്ക് യു രവി. ഇറ്റ്സ് ഓക്കെ, നീ ചെല്ല്. ബൈ. ബൈ. എന്താ ഏട്ടാ, എന്താ നിങ്ങൾ വല്ലാതെ ഇരിക്കുന്നേ? പിന്നെ എന്താ ഞാൻ ചെയ്യണ്ടേ? പോലീസിൽ അറിയിക്കണേട്ടാ. പോലീസിനോ? അതേന്നേ,
ഉണ്ണിയെ കണ്ടുപിടിച്ച് കൂട്ടിക്കൊണ്ട് വരണ്ടേ? അഭി പോയിരിക്കല്ലേ? പൈസ അല്ലാതെ അഭി പോയിരിക്കുന്നെ. പൈസ കൊടുത്തില്ലെങ്കി അവര് പയ്യനെ വിട്ടുതരില്ലല്ലോ. പോലീസുകാരാണെങ്കി ആ തെമ്മാടികൾക്ക് 2 എണ്ണം കൊടുത്ത് ആ പയ്യനങ്ങ് കൊണ്ടുവന്നേനെ. പോലീസിനെ അറിയിച്ചാൽ അത് ഉണ്ണിയുടെ ജീവൻ ഒരു ആപത്താവില്ലേ? പോലീസിൽ വിവരം അറിയിച്ചില്ലെങ്കിൽ നമ്മൾ തെറ്റുകാരാവില്ലേ? മാത്രമല്ല അബിക്കും അത് റിസ്ക് ആവില്ലേ? ഫോൺ ചെയ്യുന്നേ. എടുത്തി ഫോൺ ചെയ്ത് കൊടുക്ക്. ഹലോ. ഹലോ, പോലീസ് സ്റ്റേഷൻ. അതെ, പറയൂ. നിങ്ങളോട് സംസ്കൃതി ഇവന്റ്സിന്റെ MD-ക്ക് സംസാരിക്കണം. ഒന്ന് ഹോൾഡ് ചെയ്യേ. സംസാരിക്കുന്നേ. ഹലോ. നമസ്കാരം സാർ, സുഖാണോ? എന്റെ പേരക്കുട്ടിയെ കിഡ്നാപ്പ് ചെയ്തിരിക്കുക. വാട്ട്? എപ്പോ? ഇന്നലെ സ്കൂൾ വിട്ട് വരുമ്പോ ആരോ തട്ടിക്കൊണ്ടുപോയതാ. ഫോൺ ചെയ്ത് പൈസ ചോദിച്ചിരുന്നു. എന്താണ് സാർ, ഇന്നലെ നടന്ന കിഡ്നാപ്പിന് ഇന്നാണോ ഫോൺ ചെയ്ത് ഞങ്ങളെ അറിയിക്കുന്നത്? ശരി സാർ, നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. കുട്ടിയുടെ ഫോട്ടോയും ഡീറ്റെയിൽസും ഞങ്ങൾ വീട്ടിൽ വന്ന് തന്നെ കളക്ട് ചെയ്തോളാം. ഇമ്മീഡിയറ്റ് ആയി ആക്ഷൻ എടുക്കുകയും ചെയ്യാം. താങ്ക് യു സാർ. എന്താ പറഞ്ഞത്? വീട്ടിലേക്ക് വരാമെന്ന്. കണ്ടു ഏട്ടാ, ഇതാണ് പോലീസ്. സംസ്കൃതി ഇവന്റ്സിന്റെ MD-യുടെ ചെറുമകനെ ആരോ തട്ടിക്കൊണ്ടുപോയെന്ന്, എന്നിട്ട് പണം ചോദിച്ച് ഭീഷണിപ്പെടുത്തുന്നു. ഉടനെ കൺട്രോൾ റൂമിൽ വിളിച്ച് ഇൻഫോം ചെയ്യണം. ഇൻഫർമേഷൻ എല്ലാ സ്റ്റേഷനിൽ എത്തുകയും വേണം. ക്യൂക്ക്. ഈ കോൺസ്റ്റബിൾ സുഭാഷ് എന്തിനാ നമ്മളെ ഇപ്പൊ ഫോൺ വിളിക്കുന്നേ? വണ്ടി ഒന്ന് നിർത്തിയേ. ആ ഫോൺ നിർത്തേ. ഹലോ. ആ പറയൂ സാർ. നിങ്ങൾ ഏതെങ്കിലും പയ്യനെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടോ? അതിനിടയ്ക്ക് എങ്ങനെയാ സാർ ഈ കാര്യം അറിഞ്ഞത്? ഞങ്ങളുടെ SIക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ കടത്തിക്കൊണ്ടുവന്നത് സംസ്കൃതി ഇവന്റ്സ് MD-യുടെ ചെറുമകനെയാണ്. അദ്ദേഹം നേരിട്ട് SIയെ വിളിച്ച് പറഞ്ഞതാണ്. ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് വേണ്ടി അന്വേഷണം തുടങ്ങിയിട്ടുണ്ടാവും. എന്തിനാ സാർ ഇങ്ങനെ പേടിപ്പിക്കുന്നേ? ശ്രദ്ധിക്കണമെന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ. ഇപ്പൊ തന്നെ നിങ്ങളുടെ പേരിൽ ഒരുപാട് കേസുണ്ട്. പോലീസിന് പിടികൊടുക്കാതെ സൂക്ഷിക്കണം. ഇത്തവണ പിടിച്ചാൽ എൻകൗണ്ടർ ആയിരിക്കും. എന്ത് പറ്റിയടാ? കിഡ്നാപ്പ് ചെയ്ത കാര്യം പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് അവര്. നീ എന്താ പറഞ്ഞേ? പോലീസിനെ അറിയിക്കാതെ പണം തരാന്ന് പറഞ്ഞതല്ലേ? അവര് നമ്മളെ പറഞ്ഞു പറ്റിച്ചതാ. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്താടാ കൊണ്ടുപോണി? ഇനി എത്ര നേരം എടുക്കും അങ്കിൾ? ഇനി എത്ര ദൂരം പോണം? നമ്മൾ അടുത്തെത്തി. പെട്ടെന്ന് തന്നെ നിനക്ക് നിന്റെ വീട്ടിൽ പോവാ. താങ്ക് യു അങ്കിൾ. പറഞ്ഞ കാശ് വാങ്ങിച്ചിട്ട് ചെറുക്കനെ തിരിച്ചു കൊടുക്കാന്നാ വിചാരിച്ചത്. പക്ഷേ അവര് അതിബുദ്ധി കാണിച്ചു. ഇങ്ങോട്ട് കളിയിറക്കിയ ഭവിഷ്യത്ത് എന്താവുമെന്ന് നമുക്ക് അവർക്ക് കാണിച്ചു കൊടുക്കാം.